Hi dear, Itz Me Amaluz. Welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിപൊളി വാൾ ഡെക്കർ ആണ് കേട്ടോ. ഇത് നമുക്ക് ഭിത്തിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഭിത്തിയിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വാൾ ഡെക്കറായിട്ട് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇതേപോലെ കുറച്ച് എപ്പോഴും കളർ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കുറച്ച് പേപ്പറൊക്കെ ബാക്കി വരും അല്ലേ. ഞാൻ ഇങ്ങനെയുള്ള പേപ്പറുകൾ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വീണ്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള പേപ്പറുകൾ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബട്ടർഫ്ലൈസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് മതി, നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ പേപ്പർ എടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ മുറിഞ്ഞ പേപ്പറുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ ബട്ടർഫ്ലൈസിനെ വെച്ചിട്ട് നമുക്ക് ഈ കാണുന്ന പോലെ മടക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാൻ വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ഒന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്കിപ്പോൾ 2 എണ്ണം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പെൻസിൽ വെച്ചൊന്ന് അടയാളപ്പെടുത്തി വരച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നോട് അലോന മോള് ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അലോന മോളുടെ ചേച്ചി അലീനയ്ക്കും കൂട്ടിയിട്ടാണ് ഹായ് കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും നല്ലൊരു ഹായ് ഉണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു. നമ്മുടെ കയ്യിലുള്ള എല്ലാ കളർ പേപ്പേഴ്സിലും ഇത് ചെയ്തെടുക്കണം. അപ്പം കുറേ കളറുകളുള്ളതാണ് ഇതിൻ്റെ ഭംഗി കേട്ടോ. ഇനി നമുക്കൊരു ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല വലുപ്പത്തിലൊരു കാർഡ്ബോർഡ് പീസ് തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇച്ചിരി വലുതായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം നമുക്ക് അതിനകത്തേക്ക് ഒരു വൈറ്റ് A4 ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ സൈഡുകളിലും കൂടെ നമുക്ക് പേപ്പർ ഒട്ടിച്ചെടുക്കാം. അതിന് ശേഷം ആ സൈഡുകൾ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒരു കളറിൽ ബോർഡേഴ്സ് ഒന്ന് കളർ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ മുഴുവനും ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 4 വശങ്ങൾ. അപ്പം നല്ലൊരു ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഈ കാണുന്ന പോലെ നേരെ വെച്ചിട്ടാണ് വരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് വരയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രീ ആണ് വരയ്ക്കേണ്ടത്. ഒരുപാട് ശിഖരങ്ങളുള്ള ഒരു ട്രീ ആണ് വരയ്ക്കേണ്ടത്. നമുക്ക് ഏറ്റവും കുഞ്ഞായിട്ട് എന്തോരം ശിഖരങ്ങൾ വരയ്ക്കാവോ അത്രയും വരച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ ശിഖരങ്ങളുള്ളതാണ് ഇതിൻ്റെ ഭംഗി. അപ്പോൾ അതിനകത്തേക്ക് വേണമല്ലോ നമുക്ക് ഈ ബട്ടർഫ്ലൈസ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്.
കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ ഫില്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെയ്തെടുത്തേക്കുന്ന ബട്ടർഫ്ലൈസ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് ഏറെ ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ള കളറുകളിലെല്ലാം ഒന്ന് നല്ലപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒട്ടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈസ് നമുക്ക് മടക്കി പിടിക്കുക. അതിനുശേഷം അതിൻ്റെ ആ മടക്കിൻ്റെ അവിടെ മാത്രം ഗ്ലൂ ആക്കിയതിന് ശേഷം ഈ കാണുന്ന പോലെ ഒട്ടിച്ചെടുക്കുക. അതായത് നമ്മുടെ ബട്ടർഫ്ലൈസ് മരത്തിൻ്റെ ചില്ലയിലൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണം. അതായത് ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് പരത്തി ഒട്ടിച്ച് വിടരുത്. ജസ്റ്റ് അതിൻ്റെ ആ ഒരു മടക്ക് വരുന്നിടം മാത്രം ഒട്ടിക്കണ പോലെ. ഇത് നമുക്ക് നോക്കുമ്പോൾ ബട്ടർഫ്ലൈസ് മേളിലേക്ക് നിൽക്കുന്ന പോലെ തോന്നണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഒന്ന് ഇതേപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിച്ച് ഒക്കെ ആയിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഒരേ ഡയറക്ഷനിലൊന്നും വെക്കേണ്ട, പല പല ഡയറക്ഷനിൽ വെച്ചിട്ട് നിറച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ കയ്യിലുള്ള ബട്ടർഫ്ലൈസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഫില്ല് ചെയ്തൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഔട്ട്ലുക്ക് കിട്ടുന്നത്. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ് ഇതിന് കേട്ടോ. ഇത് സാധാരണ ഭിത്തിയിലൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.